രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി വന്നത് വൈകിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കള് നമ്മളെ ഒരു നോട്ടം നോക്കും അല്ലേ, മമ്മിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലേ എന്ന ഒരു ദയനീയമായിട്ടുള്ള നോട്ടമായിരിക്കും നമ്മൾക്ക് കിട്ടുക. രാവിലെ കിഴങ്ങറിയും ചപ്പാത്തിയുമായിരുന്നേ, നല്ല അടിപൊളി കിഴങ്ങറിയായിരുന്നു കേട്ടോ. പക്ഷെ ഇത് വൈകിട്ട് ആരും കഴിക്കില്ല എന്ന് എനിക്ക് നല്ല ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് ഞാൻ നേരെ അത് ചൂടാറിയപ്പോൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. കാരണം മക്കൾ കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, എന്നാൽ ഈ ചപ്പാത്തി കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിഷ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒന്ന് പറ്റിക്കാണ്. അങ്ങനെ നേരെ ഫ്രിഡ്ജിൽ നിന്ന് തപ്പുവാണ്. നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇതിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുവാണ്. ഒരു ക്യാരറ്റ് എടുത്തു, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം, അതൊരു മൂലക്കാണ് ഇരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതാണ്. ഇത് 2 കഷ്ണം അങ്ങോട്ട് കിട്ടി കേട്ടോ. പിന്നെ നമുക്ക് ബ്രൊക്കോളി ഉണ്ടെങ്കിൽ അതെടുക്കാം, മഷ്റൂം എടുക്കാം, കോൺ, അങ്ങനെ എന്ത് പച്ചക്കറിയാണോ നമ്മുടെ ഫ്രിഡ്ജിലുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ക്യാബേജോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി. ഒരു കളറിന് ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടിയ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കുനുകുനാ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഒരു സവാള എടുത്തു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുട്ടികളാവുമ്പോൾ. പക്ഷെ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു വിഷയമില്ല, എരിവൊക്കെ വല്ല കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരെ ചട്ടി വെച്ചോട്ടോ. സ്റ്റവിലേക്ക് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഇതെല്ലാം ഇട്ടൊന്നും കൂടെ ഒന്ന് വാടിക്കിട്ടണം. വലിയ ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറിയാൽ മതി. അപ്പോൾ അത് എണ്ണ ചൂടായപ്പോൾ ഇതെല്ലാം ഞാൻ ഇടുവാണ് കേട്ടോ. ഞാൻ ആക്ച്വലി അതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്തപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്കിനി ഈ ഒരു സമയത്ത് വേണം പച്ചക്കറിയൊക്കെ എല്ലാം അരിയാൻ. കാരണം ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്കിത് റെഡിയാക്കി എടുക്കാം. എൻ്റെ മക്കൾ 3:45 സ്കൂളിൽ വിട്ട് വീട്ടിൽ വരും. ഞാനപ്പോൾ ഇത് 3:30-ക്ക് ശേഷമാണ്. ഇന്ന് കുറച്ച് തയ്യൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കുമ്പോൾ ചപ്പാത്തി ആണെങ്കിൽ രാവിലത്തെ ബാക്കിയുണ്ട്. ചപ്പാത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. മമ്മി എന്ത് ചെയ്യുമായിരുന്നു, മമ്മിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചൂടെ എന്ന് പറയും. അപ്പം ഞാൻ വേഗം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ക്യാരറ്റൊക്കെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കുക്കിംഗ് ഷോ അല്ല, ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തു. ഞാനിങ്ങനെയാണ് കേട്ടോ, ഗ്യാസിലേക്ക് ഇതെല്ലാം വെച്ച് അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ അടുപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ വീട്ടമ്മമാരും അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് അതേ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഈ പച്ചക്കറിയും കൂടെ, ഞാൻ എടുത്ത പച്ചക്കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബീൻസും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒരു കളർ വെച്ച് നോക്കുമ്പോൾ ഒരു പച്ച കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ബീൻസ് ഉണ്ടായില്ല. ഇപ്പോൾ ക്യാബേജ് എടുത്തുമില്ല, കാരണം എൻ്റെ മക്കൾക്ക് ക്യാബേജിൻ്റെ ആ ഒരു സ്മെൽ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് ഞാനൊരു മൂടി അടച്ചിട്ട്, ക്യാരറ്റൊക്കെ അത്യാവശ്യം വേവുണ്ടല്ലോ, അപ്പോൾ അത് വേവാനായിട്ട് മൂടി അടച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് മതി. അത്രക്ക് കുറേ 5 മിനിറ്റ് 10 മിനിറ്റ് എന്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്യാരറ്റിൻ്റെ വേവെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അതൊന്ന് ജസ്റ്റ് ഒരു ചൂടൊന്ന് കയറിയാൽ മതി. ഈ ടൈമിൽ വേണം നമ്മൾക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിൻ്റെ അകത്ത് നമ്മൾ റോള് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിലും രാവിലത്തെ കൊണ്ട് മമ്മി അഡ്ജസ്റ്റ് ചെയ്തല്ലേ എന്ന ഒരു ഡയലോഗ് കേൾക്കേണ്ടി വരും. അതിനിട കൊടുത്തില്ല കേട്ടോ. ഞാൻ നേരെ ചപ്പാത്തി എടുത്ത് ചുരുട്ടിയിട്ട് കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ. കുറച്ച് കനം കൂട്ടിയാണ് കേട്ടോ ഞാൻ ചെയ്തത്. കാരണം കാണാൻ ഭംഗി ഇതാണ്. നമ്മൾ വളരെ നേരിതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നത് കനം ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും. പിന്നെ ആ ഒരു ഡിഷിൻ്റെ ഒരു ടെക്സ്ചറേ മാറിപ്പോവും. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ അങ്ങോട്ടൊന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൊടികളൊന്ന് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങോട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ആ ഒരു മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു കുഴമ്പ് രൂപം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവറും കൂടെ ഒരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടാലും മതി. ഒരു ചെറിയ തക്കാളിയുടെ പകുതി, കുറേ ഒന്നും കൊണ്ടേ ഇടരുത് കേട്ടോ, അപ്പോൾ ഭയങ്കര പുളിയായി പോവും. ഇനി നമ്മൾക്കിതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ആ ചപ്പാത്തി, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഒരു കുട്ടികൾക്ക് എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചിക്കൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചിക്കൻ എൻ്റെ കയ്യിലുണ്ടായേ, വറുത്ത ചിക്കൻ. അത് ഫ്രിഡ്ജിലിരുന്ന് വെച്ചതാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ചൂടിലേക്ക് ഇട്ടൊന്ന് ആദ്യമേ അതൊന്ന് ഇളക്കി. സത്യം പറഞ്ഞാൽ ആദ്യം മറന്നുപോയി, ചപ്പാത്തി ഇടുന്നതിന് മുന്നേ മറന്നുപോയി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ ടൈമിൽ ഇട്ട് കൊടുത്താനേ. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ചിക്കി വറുക്കത്തില്ലേ,
വലിയ കഷ്ണങ്ങളാക്കി വറുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ കഴിക്കുമ്പോൾ ഇടക്ക് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഇത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവസാനം കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി. നമ്മൾ ഈ ചൈനീസ് ഡിഷൊക്കെ കണ്ടിട്ടില്ലേ, മെനുവിലാണെങ്കിലും ഇല്ല ബ്രൗഷറിലോ ഇല്ലെങ്കിൽ ഫ്ലെക്സിലോ അങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ, നല്ല കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനും ചെയ്തപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നമ്മളിതൊരു പ്ലേറ്റിലേക്കൊക്കെ വിളമ്പുമ്പോഴേ എന്താ പറയുക, നല്ല ടേസ്റ്റും കൂടെ ആയിരുന്നു. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ഞാൻ ആക്ച്വലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും കുറച്ച് ഞാനും കഴിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾക്ക് വേറൊരു പുതിയൊരു രുചി. ആ ചപ്പാത്തിയാണെന്ന് പറയേയില്ല കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ 2 പേർക്കും ഞാനിതങ്ങോട്ട് കൊടുത്തപ്പോൾ ഇതെന്ത് സാധനമാണ്, ഇത് എവിടെ നിന്ന് എന്നോട് ചോദിക്കുന്നത് ഇത് എവിടെ നിന്ന് മേടിച്ചതാണെന്നാ, ഓർഡർ ചെയ്തതാണോ ഇല്ലെങ്കിൽ പോയി മേടിച്ചതാണോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉണ്ടാക്കിയതാ. അപ്പം ഞാനങ്ങനെ ഒരു സ്റ്റാറായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നമ്മൾ ചില എന്താ പറയുക കൊറിയൻ വീഡിയോ, എൻ്റെ മോളാണെങ്കിൽ കൊറിയയുടെ ഭയങ്കര ഫാനുമാണ്, അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഡിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും ഇതൊന്ന് കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക്